ഓം ശ്രീരാമചന്ദ്രായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 21 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. തതസാഗരവേലായാം ദർഭാനാസ്തീരി രാഘവ അഞ്ജലിം പ്രാഗ്മുഖകൃത്വാ പ്രതിശിഷ്യേ മകോദധേ. പിന്നീട് സമുദ്രതീരത്തിൽ ദർഭ വിരിച്ച് രിപുനാശകനായിരിക്കുന്ന രാഘവൻ മഹാസമുദ്രത്തെ തൊഴുതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് സർപ്പശരീര സദൃശമായിരിക്കുന്ന കയ്യ് തലയ്ക്ക് വെച്ചുകൊണ്ട് ശയിച്ചു. പണ്ട് സ്വർണപ്പണ്ടങ്ങള് അണിയപ്പെട്ടിരുന്നതും വിശിഷ്ടങ്ങളായിരിക്കുന്ന സ്വർണത്തോൾവളകളും മുത്തും രത്നവും പതിച്ച ഭൂഷണങ്ങളും അണിഞ്ഞ പരസ്ത്രീകളുടെ കൈകളാല് തലോടപ്പെട്ടിരുന്നതും ചന്ദനാഗരി സുഗന്ധം പുരണ്ടിരുന്നതും ബാലസൂര്യ സമപ്രഭമായ കുങ്കുമത്താൽ ശോഭിച്ചിരുന്നതും പണ്ട് ശയ്യയില് സീതയുടെ ശിരസ്സുകൊണ്ട് അലങ്കൃതമായിരുന്നതും ഗംഗാജലത്തിലെ തക്ഷകന്റെ ശരീരം പോലെയുള്ളതും മുഖത്തിനൊത്തതും യുദ്ധത്തിൽ ശത്രുക്കൾക്ക് ശോകം വളർത്തുന്നതും സുഹൃത്തുക്കൾക്ക് ആനന്ദമരുളുന്നതും നീളമുള്ളതും ഊഴിക്ക് ആശ്രയമായതും അമ്പെയ്ത്തുകൊണ്ട് ഇടതുഭാഗത്ത് ഞാൺതഴമ്പുകളുള്ളതും മഹാപരിഹത്തിന് ഒത്തതും ഗോസഹസ്രങ്ങൾ ദാനം ചെയ്തതും ഉത്തമ ഭുജവുമായിരിക്കുന്ന ദക്ഷിണഭുജം തലയിണയാക്കി വച്ച് എനിക്കിന്ന് മരണമോ കടൽ കടക്കലോ എന്ന് നിശ്ചയിച്ച് സമുദ്രത്തെ നോക്കി യഥാവിധി നീതനും വിശുദ്ധനുമായി മുനിയും മഹാബാഹുവുമായിരിക്കുന്ന രാമൻ അങ്ങനെ ശയിച്ചു. തസ്യ രാമസ്യ സുപ്തസ്യ കുശാസ്തീർണേ മഹീതലേ നിയമാദപ്രമത്തസ്യ നിശാസ്തിസ്രോ അതിചക്രമോ. 3 നാളുകള് അങ്ങനെ നിലത്ത് ഗർഭവിരിപ്പില് നിയമങ്ങൾ തെറ്റാതെ കിടക്കുന്ന രാമന് കഴിഞ്ഞുപോയി. ധർമ്മവത്സലനും നയജ്ഞനുമായിരിക്കുന്ന രാമൻ അവിടെ 3 നാൾ കിടന്നുകൊണ്ട് സരിത്പതിയായിരിക്കുന്ന സാഗരത്തെ ഉപാസിച്ചു. പക്ഷേ മന്ദനായ സാഗരം അർഹമായ വിധത്തില് ശുചിയായിട്ട് തന്നെ പൂജിച്ച രാമന് ദർശനം നൽകിയില്ല. അപ്പോൾ കടലിനോട് ക്രോധമാർന്ന് കടക്കണ്ണ് കലങ്ങിയ രാമൻ സമീപത്ത് നിൽക്കുന്ന ശുഭലക്ഷണനായിരിക്കുന്ന ലക്ഷ്മണനോട് പറഞ്ഞു, സമുദ്രത്തിന്റെ ധിക്കാരം, അവന് ദർശനം സ്വയം നൽകുന്നില്ല. ക്ഷമയും ആർജവവും ഹൃദ്യഭാഷിത്വവും ഈ സജ്ജന ഗുണങ്ങളെല്ലാം നിർഗുണന്മാരുടെ ദൃഷ്ടിയിൽ കഴിവില്ലായ്മയുടെ ഫലങ്ങളാണ്. ആത്മപ്രശംസ ചെയ്യുന്നവൻ, ദുഷ്ടൻ, തൃഷ്ടൻ, ആട്ടിപ്പായിക്കുന്നവൻ, എപ്പോഴും കലഹിക്കുന്നവൻ, ഇങ്ങനെയുള്ള നരനെ ലോകം ആദരിക്കുന്നു. ലക്ഷ്മണ, സാമത്താല് കീർത്തി കൈവരില്ല, സാമത്താല് യശസ്സും നേടാനാവില്ല, സാമത്താല് ലോകത്തിലെ യുദ്ധവിജയവും നേടാനാവില്ല. ലക്ഷ്മണ, ഇന്ന് എന്റെ ശരങ്ങളാൽ പിളർന്ന് ചാടുന്ന മകരങ്ങളാൽ നിറയപ്പെട്ട മകരാലയത്തെ നീ കാണുക. ലക്ഷ്മണ, ഞാൻ നുറുക്കിയ മത്സ്യങ്ങളുടെ വലിയ ദേഹങ്ങളും ആനമത്സ്യങ്ങളുടെ തുമ്പിക്കൈകളും സർപ്പങ്ങളുടെ ശരീരങ്ങളും കണ്ടുകൊള്ളുക. ശംഖുകളും മുത്തുക്കളും മത്സ്യങ്ങളും മകരങ്ങളും നിറഞ്ഞ സമുദ്രത്തെ ഞാനിന്ന് യുദ്ധം ചെയ്ത് പെരും ശരങ്ങൾ കൊണ്ട് വറ്റിച്ചു കളയും. ക്ഷമാശീലനായിരിക്കുന്ന എന്നെ ഈ മഹാസമുദ്രം കഴിവില്ലാത്തവനാണ് എന്ന് കരുതുന്നു. ഇത്തരക്കാരോട് ക്ഷമ നിന്ദ്യമാണ്. സാമം മൂലം ഈ സമുദ്രം എനിക്ക് പ്രത്യക്ഷമാകുന്നുമില്ല. ചാപമാനേ സൗമിത്രേ ശരാംശാശി വിശോപമാൻ. സൗമിത്രേ, വില്ലും സർപ്പതുല്യങ്ങളുമായിരിക്കുന്ന ശരങ്ങളും കൊണ്ടുവരിക. സാഗരം ശോഷയിഷ്യാമി പദ്ഭ്യാം യാന്തു പ്ലവംഗമ. സമുദ്രത്തെ വറ്റിക്കും, കവികള് കാൽനടയായിട്ട് പോകട്ടെ. വൃദ്ധനായ ഞാനിപ്പോൾ അക്ഷോഭ്യമായിരിക്കുന്ന കടലിനെ കലക്കി മറിക്കും. തീരമാകുന്ന അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന ആഴിയെ ഞാൻ ശരങ്ങൾ കൊണ്ട് തിരുതിരെ തിരകൾ ഉയർത്തി അതിരില്ലാത്തതാക്കി മാറ്റും. മഹാസുരന്മാരോടുകൂടിയ മഹാർണവത്തെ ഞാൻ ഇളക്കി മറിക്കും. ദുർദർശനായിരിക്കുന്ന രാമൻ ഇങ്ങനെ പറഞ്ഞ കോപത്താൽ വിടർന്ന കണ്ണുകളോടെ കത്തുന്ന കാലാഗ്നി പോലെ വില്ലുമേന്തി നിലകൊണ്ടു. കൊടിയ വില്ല് അമർത്തിപ്പിടിച്ച് ശരങ്ങൾ കൊണ്ട് ഭൂമി കുലുക്കി ഇന്ദ്രൻ വജ്രങ്ങളെ എന്നതുപോലെ രാമൻ കൊടിയ കൂരമ്പുകൾ അയച്ചു. കാന്തി കൊണ്ട് കത്തിജ്വലിക്കുന്ന അതിവേഗമാരുതി ആ
സായകോത്തമങ്ങള് നാഗങ്ങൾ നടങ്ങുമാറ് സമുദ്രജലത്തിലേക്ക് പാഞ്ഞ് കയറി. മത്സ്യങ്ങളും മുതലകളും നിറഞ്ഞ ആഴിയിലെ അലയിളക്കം കാറ്റിന്റെ ചിറ്റിലോടൊപ്പം അതിഭീഷണമായിട്ട് മാറി. പെട്ടെന്ന് വൻകടലില് പെരുന്തിരകൾ പരന്ന് ശംഖുകളും ചിപ്പികളും നിറഞ്ഞ് ഓളങ്ങളെ ഇളകിമറിഞ്ഞ് പുകയുന്നതായിട്ട് തീർന്നു. കത്തുന്ന കണ്ണുകളും ദീപ്തവദനങ്ങളുമുള്ള പന്നകങ്ങളും പാതാളതലവാസികളായിരിക്കുന്ന വീര്യമേറിയിരിക്കുന്ന ദാനവന്മാരും ദുഃഖം പൂണ്ടു. അക്രങ്ങളും മകരങ്ങളും നിറഞ്ഞ സിന്ധുരാജന്റെ തരംഗങ്ങള് വിന്ധ്യമന്തരപർവ്വതങ്ങൾക്കൊപ്പം ആയിരമായിരമായി ഉയർന്ന് പൊങ്ങി. വട്ടം തിരിയുന്ന തിരമാലകള്, സംഭ്രാന്തങ്ങളായിരിക്കുന്ന ഉരകങ്ങള്, രാക്ഷസന്മാരും ഇളകിമറിയുന്ന വൻമുതലകള്, വൻകടല്, ഈ നിലയില് ഇതെല്ലാം മാറി. ഉഗ്രവേഗത്തില് അമേയമായ വില്ലു വലിച്ചുവിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ രാഘവനോട് അരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൗമിത്രി പെട്ടെന്ന് പാഞ്ഞു ചെന്ന് ആ വില്ലില് പിടികൂടി. ഇങ്ങനെ രാമൻ സാഗരത്തോട് കോപാകുലനായിട്ട് മാറുന്നതാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.